കേരള യൂണിവേഴ്സിറ്റിയിൽ SFI പ്രതിഷേധിക്കുകയാണ്. അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. തുടർച്ചയായുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ, വിദ്യാഭ്യാസ വിരുദ്ധമായ നിലപാടുകൾ, കേരളമെന്ന ആശയത്തിനെതിരെയുള്ള നിലപാടുകൾ, ഇതൊക്കെയായി തുടർച്ചയായി പിഴവുകൾ വരുത്തി വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ നിലപാടുകൾ, ഇതിനെതിരെ ഇതാ SFI പ്രതിഷേധം തീർക്കുകയാണ്. വലിയ പ്രക്ഷോഭം, അതൊരു തുടർ പ്രക്ഷോഭമായി തന്നെ കാണാം. നേരത്തെയും SFI നിരവധി മാർച്ചുകളും ഒക്കെ ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയിരുന്നു. VC പോലും സംഘപരിവാറിൻ്റെ ടൂളായി വിദ്യാഭ്യാസത്തെ സംഘപരിവാർ വൽക്കരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നയങ്ങൾക്കെതിരായുള്ള ഒരു പോരാട്ടമാണ് SFI തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, എന്താണിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്നത്? അജിംഷാദ്, വീണ്ടും ഈ യൂണിവേഴ്സിറ്റി അങ്കണം വീണ്ടും സംഘർഷഭരിതമാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. SFI പ്രവർത്തകർ രാവിലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെത്തി രജിസ്ട്രാറുടെ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. വലിയ പ്രശ്നങ്ങളാണ് ഈ LLB തേർഡ് സെമസ്റ്റർ ഈ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത്. ഈ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നു എന്ന ആക്ഷേപമാണ് SFI മുന്നോട്ട് വെക്കുന്നത്. അക്കാര്യത്തിൽ സമഗ്രമായ ഒരു ഇടപെടൽ നടപടി ഉണ്ടാകണം എന്ന നിലയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഒരു കൂട്ടം നിയമ വിദ്യാർത്ഥികൾ, പെൺകുട്ടികളടക്കമുണ്ട്. പെൺകുട്ടികളെ സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും വനിതാ പോലീസുകളില്ല, പെൺകുട്ടികൾ പുരുഷ പോലീസുകാരാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. തിരുവനന്തപുരം ജില്ലക്കകത്ത് SFI കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ SFI പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് പോലീസിന്റെ ഈ രൂപത്തിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. തിരുവനന്തപുരം ജില്ലയിലെ SFI എന്താണെന്ന് കേരള പോലീസ് എന്ന് അറിയും. അത്രേ ഉള്ളൂ. എന്റെ അടുത്ത് വന്നിട്ട് ഒരു ലേഡി പോലീസ് ഓഫീസറാണ്, മര്യാദയ്ക്ക് നീയൊക്കെ ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇത് ചോദിക്കാൻ എന്തുമാത്രം അധികാരമുണ്ട് അവർക്ക്? ഞങ്ങൾ ഒരു അക്രമസക്തമായിട്ട് ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഉള്ള പെൺകുട്ടികൾ ഉൾപ്പെടാണ്ടേ ഈ കുട്ടി ഉൾപ്പെടെയുള്ള വയ്യായ്മയുള്ള കുട്ടികളെയാണ് അവർ വലിച്ചഴച്ചത്. അവിടിട്ട് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്യാനിരുന്നതാണ് അവിടെ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരക്രമവും അവിടെ ഉണ്ടായിട്ടില്ല. അവരാണ് വയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെ കയ്യിൽ പിടിച്ച് അങ്ങനെ കോളറിൽ പിടിച്ചിട്ടാണ് വലിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ കോളറിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടിട്ട് വലിച്ചത്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞങ്ങൾക്ക് വനിതാ പോലീസ് പോലും പിടിച്ചു വലിച്ചിരുന്നത്. പുരുഷ പോലീസുകളാണ് ഇവിടെ വെച്ചിട്ടും പിടിച്ചു വലിച്ചിരുന്നത്. ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് വലിച്ചിരുന്നത്. സമാധാനപരമായി സമരം എടുത്തു പോയിരുന്നു. ഒരു തരത്തിലുള്ള അക്രമം ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മാർക്കിടാനാണ് ഞങ്ങൾ പറയുന്നത്. എന്തോ വനിതാ പോലീസും പുരുഷന്മാരായിട്ടുള്ള പോലീസും ഉൾപ്പെടെയാണ് ഞങ്ങൾ വലിച്ചഴിച്ചത്. ഞങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് മാർക്കിടാനുള്ള ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് 15 മാർക്കാണ് റീവാലുവേഷൻ കഴിഞ്ഞിട്ട് കയറിയത്. അവള് അതിന് സപ്ലിമെന്ററി എക്സാമിന് ഫീസ് അടച്ചതിന് ശേഷം റീവാലുവേഷൻ റിസൾട്ട് പുറത്തു വിട്ടേക്കും. സപ്ലിമെന്ററി എക്സാമിന് ഫീസ് അടച്ചതിന് ശേഷം റീവാലുവേഷൻ റിസൾട്ട് പുറത്തു വിട്ടു. അപ്പൊ റീവാലുവേഷൻ അടച്ച ഫീസും സപ്ലിമെന്ററിക്ക് അനുസരിച്ച ഫീസും പോയി. ഒരു പേപ്പറിന് ഞങ്ങൾ അടയ്ക്കേണ്ടത് 890 രൂപയോ, 4 പേപ്പറായ 4000 രൂപയോളോ ഞങ്ങൾക്ക് അടയ്ക്കണ്ടേ? ഇത് ചോദിക്കുന്നതിനാണ് അവർ ഞങ്ങളെ തടയുന്നത്. മിണ്ടാതെ അവിടെ ഇരുന്നാണ് രജിസ്ട്രാറിനെ കണ്ട് ഞങ്ങൾ ഒരു പേപ്പർ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് ഇതൊക്കെയാണ് ഞങ്ങളുടെ അവകാശം, ഇത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയത്. കമലേഷ് തെക്കേക്കാട്, ആ കുട്ടികൾ പറയുന്നത്, വിദ്യാർത്ഥികൾ പറയുന്നത്, സമരക്കാർ പറയുന്നത് വളരെ ന്യായമായ യുക്തിഭദ്രമായ ആവശ്യമാണ്. LLBയുടെ പുനർമൂല്യനിർണ്ണയം ഇല്ലാതാക്കുന്നു, റീവാലുവേഷൻ സമ്പ്രദായം. മാത്രമല്ല അതിൽ നടത്തുന്ന പിഴവുകൾ, അതിൽ വരുത്തുന്ന പിഴവുകൾ വിദ്യാർത്ഥികളെ പിഴിയുന്നു. ഇങ്ങനെ സാമ്പത്തികമായി കൊള്ളയടിക്കുന്ന സ്ഥാപനമായി യൂണിവേഴ്സിറ്റി മാറുകയാണോ? ആ വിദ്യാർത്ഥി ചോദിക്കുന്നു. അക്കമിട്ട് അവർക്ക് നേരിട്ട അനുഭവമാണ് പങ്കുവച്ചത്. അങ്ങനെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോട് പോയി പഠിക്കാൻ പറയാൻ പോലീസിന് എന്ത് അവകാശം? അങ്ങനെ ഒരു രീതിയാണോ കേരളത്തിൻ്റെ സമരമുഖത്ത് നാം കണ്ടിട്ടുള്ളത്? ഇതെന്തൊരു ഭരണം? കമലേഷ് തെക്കേക്കാട്. അജിംഷാദ്, തീർച്ചയായും ഈ ദൃശ്യങ്ങളിൽ തന്നെ, ഈ തത്സമയ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളതാണ്. വളരെ ഒരു ക്രൂരമായ ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പെൺകുട്ടികളായിട്ടുള്ള, അതായത് വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, ഈ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ സംസാരിച്ച വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് പലർക്കും
തോറ്റുപോയ 49 പേരാണ് ഈ പുനർമൂല്യനിർണ്ണയത്തിൽ ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആദ്യം നടന്ന മൂല്യനിർണ്ണയത്തിൽ വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് SFI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് വളരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഇവർ എഴുതിയ പരീക്ഷയ്ക്ക് കൃത്യമായി മാർക്കിടണമെന്ന ഏറ്റവും ന്യായമായ ഒരു ആവശ്യം മാത്രമാണ് SFI പ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ സമാധാനപരമായി രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ അവർ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നിലയാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. മൈക്ക് കൊടുക്കും. തീർച്ചയായും കമലേഷ് തെക്കേക്കാട്, അതായത് ഒന്ന്, മൂല്യനിർണ്ണയത്തിൽ വലിയ പിഴവ് വരുത്തുന്നു, മാർക്ക് നൽകാതെ, അർഹതപ്പെട്ട മാർക്ക് നൽകാതെ ഇരിക്കുന്നു. ഇത് LLBയെ സംബന്ധിച്ച് നേരത്തെയുമുള്ള ആക്ഷേപങ്ങളാണ്. രണ്ട്, ഈ റീവാലുവേഷന് നൽകിയാൽ തന്നെ വലിയ തുക അടക്കേണ്ടി വരും. മൂന്ന്, ഈ റീവാലുവേഷന് തുക അടച്ചതിന് ശേഷം സപ്ലിമെൻ്ററി പരീക്ഷയായിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതാനുള്ള പരീക്ഷാ ഫീസ് അടച്ചതിന് ശേഷമാണ് ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 2 തവണ 2 പണം മുടക്കേണ്ടി വരുന്നു വിദ്യാർത്ഥിക്ക്. പാവപ്പെട്ട വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ്, അവരെയാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഇത് ന്യായമായ അവകാശമാണിത്. അജിംഷ, തീർച്ചയായും ഇതിൽ പണം മുടക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ ഈ പരീക്ഷയിൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ ഈ 250ഓളം ആളുകൾ റീവാലുവേഷന് കൊടുത്തതിൽ 190ഓളം ആളുകൾക്ക് ഈ പുനർമൂല്യനിർണ്ണയത്തിൽ മാർക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ ആദ്യത്തെ മൂല്യനിർണ്ണയത്തിൽ 49 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിൽ ജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. വിഷയങ്ങളിലെല്ലാം ഈ കുട്ടികൾ ഈ ആദ്യത്തെ മൂല്യനിർണ്ണയത്തിൽ തോറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 49 പേരാണ് ഈ പരീക്ഷയിൽ തോറ്റുപോയിട്ടുള്ളത്. പുനർമൂല്യനിർണ്ണയത്തിന് നൽകിയപ്പോൾ അവർ വിജയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. 190ഓളം വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ പുനർമൂല്യനിർണ്ണയത്തിൽ മാർക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വലിയ ക്രമക്കേട് ഇതിനകത്ത് നടന്നു എന്നുള്ളതാണ്. അതോടൊപ്പമാണ് അജിംഷ സൂചിപ്പിച്ച കാര്യം, അവർക്ക് 890ഓളം രൂപയാണ് ഒരു പരീക്ഷയ്ക്ക് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഫീസായി അടക്കേണ്ടത്. 4 വിഷയങ്ങൾക്ക് നൽകുമ്പോൾ അത് ഏതാണ്ട് 4000ഓളം രൂപ അവർ അടക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് വിദ്യാർത്ഥികളാണ് ഇത് അടക്കുന്നത് എന്ന ഒരു കാര്യം കൂടി പരിഗണിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ മൂല്യനിർണ്ണയത്തിൽ വലിയ ക്രമക്കേട് ഉണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠിച്ച് പരീക്ഷ എഴുതിയതിൽ ഒരു കാര്യവുമില്ലാതെ ആയി പോകുന്നു. അതോടൊപ്പം അവർക്ക് വലിയ ധനനഷ്ടവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ എല്ലാ മാധ്യമങ്ങളിലൂടെയും വളരെ തത്സമയം തന്നെ ഈ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. വളരെ സമാധാനപരമായി അവരൊരു ആവശ്യം എഴുതി തയ്യാറാക്കിയിരുന്നു. ആ ആവശ്യം ഉൾപ്പെടെ രജിസ്ട്രാർക്ക് നൽകുന്നതിന് വേണ്ടി ആ നിലയിൽ സമാധാനപരമായി അവർ ആ സമരം രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ നടത്തുകയായിരുന്നു. ഒരു ഉപരോധ സമരമാണ്. സ്വാഭാവികമായും ഈ സമരത്തിൽ ഇവരെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രൂരമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന നില ഉൾപ്പെടെ ഉണ്ടായി. ഈ പോലീസുകാർ 4-5 പോലീസുകാർ ചേർന്ന് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതിന്റെ ഭാഗമായി തന്നെ SFIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് എന്ന നിലയിലേക്ക് ശരി കമലേഷ് അവിടെ നിന്നും തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ കൂടി പങ്കുവച്ചത്.